വേണ്ട ലോറി ഇങ്ങനെ പോവാണ്. അവിടെ ഇവിടെ ഫുഡ് കഴിക്കണേ. ലോറിയിലൊരു ഫുഡ് അടി. ഇത് വേണ്ട കാർഗിൽ ടൗണിൻ്റെ എൻ്റെ റിവ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കിട്ടും. ഹലോ അമിഗോസ്, കമേ എസ്താൻ. അങ്ങനെ ഗൈസ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഊരും പേരും വരാത്തൊരു സ്ഥലത്താണ്. എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ ഇന്നലെ ഇവിടെ ഫുഡ് കഴിച്ചിട്ട്, ഈ കടയിൽ ഫുഡ് കഴിച്ചിട്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. അതിൻ്റെ ശേഷം നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞവർ അപ്പോൾ ടെൻ്റ് അടിച്ചു. നല്ല കിടിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ സ്ഥലം. ഞാൻ ഇതുവരെ ടെൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഇന്നലെ എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു നല്ല ലെങ്ത് ആയി തോന്നുന്നു. അതാണ് ഞാൻ എടുക്കാഞ്ഞത്. ടെൻറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ടെൻറ്റിൻ്റെ ഉള്ളിൽ. 2 സ്ലീപ്പിംഗ് ബാഗ് ഇങ്ങനെ വെച്ചിക്കണേ. എൻ്റെ ബാഗ് അത് അവിടെ വെച്ചിക്കണേ. അങ്ങനെ കിടന്ന് ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടത്താൻ നല്ല രസമാണ്. ബിക്കോസ് പറഞ്ഞുതരാം. ടെൻറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ പറഞ്ഞാൽ എന്താ പറയുക, അത്യാവശ്യം തണുപ്പുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഈ അടിയിൽ അടി നല്ലതല്ലെങ്കിൽ നീച്ചുമ്പോഴത്തിന് പുറക്കൊരു ഇതായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുമാത്രമല്ല ടെൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മളിതാ ഇതിങ്ങോട്ട് തുറന്നാൽ കാണുന്ന വ്യൂ ഉണ്ട. ഈ മലയാണ് നല്ല കിടിലൻ മല, നല്ല കിടിലൻ വ്യൂ. എൻ്റെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ കാര്യം എന്താ വെച്ചാൽ എന്തായാലും രാവിലെ നീച്ചാൽ ടോയ്ലറ്റിലൊക്കെ പോകണമല്ല. ഇവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല. ആ പറമ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുക. ഇവിടെ താഴ്ചയാണ്. ആഴ്ച അരുവി നദി പോണ ഏരിയയാണ്. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല. മഞ്ഞൊക്കെ കണ്ട ഉരുകി. ഇതൊക്കെ കണ്ട ഗ്ലേഷ്യർ ഉണ്ട്. അതിൻ്റെ മലൻ്റെ മേലെ മഞ്ഞൊക്കെ ഉരുക്കി ഫുൾ പോയി. അപ്പോൾ ആ താഴത്തൊക്കെ ഇറങ്ങിയ ഫുൾ പ്രൈവസി പറഞ്ഞാൽ നമുക്ക് അല്ല ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് സാധിക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ഇപ്പം എണീച്ചിട്ടുള്ളൂ. സമയം 11 മണിയായി. നമ്മൾ എന്താ പറയുക, ഇന്ന് കുറച്ച് നേരം നല്ലോണം വൈകി. 11 മണിയായി സമയം. അപ്പം ഇന്നത്തെ നടക്കാനില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഡ്രസ്സൊക്കെ തിരുമ്പിട്ടിരുന്നത് കണ്ട മരത്തുമ്മൽ തിരുമ്പിട്ടിരിക്കണത്. പക്ഷേ പിന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ മരത്തുമ്മൽ മറ്റേ തപ്പപ്പി ഉണ്ട്, പുഴു ഉണ്ടല്ലോ, ചൊറിയുന്ന പുഴു അതുണ്ട്. അപ്പോൾ ഇനി ഫാനൊക്കെ ഇടുമ്പോൾ പറയാം എന്താ അവസ്ഥ എന്ന്. ആര് ഇതണ്ട, ഇത് വേറൊരു മലൻ്റെ മേലുള്ള മഞ്ഞുരുക്കിക്കാണ്ട് വരുന്ന വെള്ളമാണ്. അവിടെ കഴുതുകളുണ്ട്. അങ്ങനെ കിട്ടില്ല ഒരു സ്ഥലത്താണ് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയത്. ഇത് പറയണത് മഞ്ഞുരുക്കി വരുന്ന നല്ല പ്യുവർ മിനറൽസ് ഉള്ള വാട്ടറാണ്. നമുക്ക് കുടിക്കാം, കുളിക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നേരെ കുറച്ച് നേരം മുമ്പ് 3 കഴുത ഇങ്ങോട്ട് വന്നിങ്ങനെ വേണ്ട ഒരു വെള്ളം കുടിച്ചിരുന്നു. അസ്സലാമലൈക്കും. ഹായ് ഹായ് ഹലോ ഹലോ പറയൂ, ഹലോ പറയൂ. കഴുത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആരും ഓർമ്മ വന്നെങ്കിൽ ഒരു മെൻഷൻ ചെയ്യൂ. ഒരു സെൽഫി കമാൺ. എടാ നല്ല കൈതട്ടെ ഒന്നും പറഞ്ഞു ഒരു ഇതില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കൈതകൾ ഇങ്ങനെ അവിടെ പുല്ലുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല കിടില സ്ഥലത്താണ് നമുക്ക് ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റിയത്. വേണ്ട അവിടെയൊക്കെ എന്തോ പാടം പോലത്തെ, പാടല്ല കൃഷി, പാടം എന്ന് പറയാം, ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഗൈസ് ഇന്നലത്തെ അവസ്ഥ. ഇന്ന് രാവിലെ നമ്മൾ കുക്ക് ചെയ്യാണ്. ഓട്സ് ഉണ്ടാക്കാനാണ് നമ്മളെ പ്ലാന്. യെസ്, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഹലോ പറയൂ, ഹലോ പറയൂ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ ഗൈസ്, ഒരു കാര്യം കാണിച്ചു തരട്ടെ. അവർ ഫോട്ടോ എടുക്കാറുമ്പോൾ നിന്ന് തരും. ഇതാണ് കേട്ടോ, അത് പുല്ലെന്നാണ്. ഈ ഫോട്ടോ എടുക്കാം. എന്താ ഫോട്ടോ എടുക്കാറുമ്പോൾ ഇതിക്ക് നോക്കണണ്ട. പക്ഷെ ഇവന് പേടിയാ, അവൻ ചെറുതല്ലേ, നമുക്ക് പേടിയാ. അതെ ഇവനും കണ്ടട്ടാ, ഫോട്ടോ എടുക്കാറുമ്പോൾ ഇവന് നിന്ന് തരും. കണ്ട നല്ല ആളാ. ഓക്കെ, അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇതണ്ട ഓട്സ് ഉണ്ടാക്കുകയാണ്. ഓട്സ് അത് നല്ല കിടിലൻ, തീ കത്താൻ നല്ല പണിയുണ്ട്, കാറ്റ് പിടിച്ചിട്ടാ. അതെ, പക്ഷെ നമുക്ക് ഈ ഫ്രെയിം ഉണ്ടല്ലോ, രക്ഷയില്ല. കിടിലൻ ആംബിയൻസിൽ ഇരുന്നിട്ട് നല്ല നാച്ചുറൽ വെള്ളം, ഇതല്ല നാച്ചുറൽ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ഓട്സ് ഉണ്ടാക്കിയാണ്. ഇതണ്ട
സെറ്റാക്കി കഴിഞ്ഞു. നമുക്ക് കഴിക്കാം. ഗൈസ് ഓട്സിന് കുറച്ച് മധുരത്തിന് വേണ്ടി നമ്മൾ നല്ല കടലമുട്ടായി ഇട്ടിരിക്കുന്നു ഇവിടുന്ന്. കയ്യൊക്കെ നല്ല കയ്യാട്ടോ, അത് പൊടിച്ചിട്ട് തീ കിട്ടാം. ചെറുതാക്കാൻ പണിയാണ്. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടല അടുപ്പിലിട്ട് കടിക്കുമ്പോഴേ അല്ലേ? അതെ ഗൈസ്, നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. ഗൈസ് നമ്മളിപ്പോൾ ഒരു കടയിലാണ്. നമ്മൾ ഇവിടുന്ന് ചായയും പറഞ്ഞു നമ്മളുണ്ടാക്കിയ ഓട്സ് പറഞ്ഞാൽ അത്രയ്ക്ക് തിക്കായിട്ടാണ് ഉണ്ടായിക്കണ്ടേ. എന്താ ഞാൻ കഴിച്ചോക്കെ ഗൈസ്. കടലമുട്ടായി കിട്ടിയാ കടിക്കാൻ ഒന്നുകൂടി ട്രൈ ചെയ്തോ. കടലമുട്ടായി കൂട്ടിയിട്ട് അടിക്കാം. അങ്ങനെ നമ്മൾ പോവാണ്. ഇതാണ്ട ബാഗൊക്കെ സെറ്റ് ആക്കിയാണ്. നമ്മളെ ബായ് ഇതാ. ഹായ്, आपका नाम क्या है? രാകേഷ് കുമാർ. രാകേഷ് കുമാർ. ജമ്മുവിലാണുള്ളത്. 18 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഏപ്രിലിൽ നാട്ടിൽ പോകും. മുപ്പരായിട്ട് നമുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്തെന്ന് ഇവിടെ കടയാണിത്. ഇവിടെ നമ്മൾ ചായ അടിച്ച് നമുക്ക് വെള്ളമൊക്കെ ഇട്ട് എൻ്റെ ധൈര്യത്തിൽ അടിച്ചോളൂ. അതിൻ്റെ മുകളിലുണ്ട്, ഒരു പേടിയും പേടിക്കേണ്ട പറഞ്ഞ് ഫുള്ള് സപ്പോർട്ട് ചെയ്ത് നമുക്ക്. എന്നിട്ട് നമ്മളിവിടെ ഒക്കെ സെറ്റാക്കി ഇനി പോകാനുള്ള പുറപ്പാടിലാണ്. ഇന്ന് നേരം നല്ലോണം വൈകിക്കണം. യെസ് ഗൈസ്, നമ്മളെ ബായിനെ പറ്റി വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ബായിക്കാകെ പൊലിവായി. ബായി പൂട്ടിയ കട തുറന്നുകൊണ്ട് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കേക്ക് വേണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മള് മോശമല്ലേ, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഇനി വരുമ്പോ എന്തായാലും എൻ്റെ അടുത്ത് വരണം, ഇവിടെ നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡവായി. നമുക്ക് ഇവിടെ ആളായി. അങ്ങനെ ഫോർച്ചുല പാസിൽ ഒരു എന്താ പറയാ ഒരാളെ കിട്ടി. സുഖമായി. അടച്ച കട ആള് റൂമിൽ പോയിരുന്നു. അപ്പോഴാണ് നമുക്ക് പിന്നെയും തുറന്നുകാണ്ട് നല്ല സന്തോഷമായിരിക്കും. ഗായ്സ് ബായ് പറഞ്ഞു ഇനി വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ വരണമെന്ന് പറഞ്ഞാണ്ട് ബായ് നമുക്ക് നമ്പറൊക്കെ തന്നു. ബായിൻ്റെ നമ്പർ ബായിക്ക് സംഭവം അത്ര ഇഷ്ടമായിക്കണം. വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി നല്ല കിടിലൻ ചായയും ഒക്കെ. ഗായ്സ് അങ്ങനെ നമ്മൾ പോവുകയാണ് അടുത്ത സ്ഥലം തേടിക്കൊണ്ട്. ഓക്കെ, ഇതണ്ട ആർമിൻ്റെ ഒരു കൂട്ടം തന്നെ പോകണതാ. പോലീസുകാരൻ കയ്യാട്ടി, ആർമിക്കാരൻ കയ്യാട്ടി ഉണ്ടാ. ഒരു കൂട്ടം ആർമി ട്രക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഒപ്പം ഇങ്ങനെ കണ്ട മരിക്കേ അങ്ങനെ ബാക്കിൽ ഞാനും പോകുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ, നല്ല കിടില സ്ഥലം നമ്മൾ പോണ റൂട്ട്. പക്ഷെ വെയിലായി, അതാണ് വലിയ ഇടങ്ങാറ്. അതാണ് വെയിൽ വന്നാൽ ഭയങ്കര ഇടങ്ങാറാണ്. വെയിൽ പറഞ്ഞാൽ നല്ല കുത്തണ വെയിൽ തന്നെയാണ് സംഭവം. പക്ഷേ തണുപ്പ് ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ നാട്ടിലത്തെ ഒരു വെയിൽ തന്നെയാണ് ഇവിടെയും. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ കുറച്ച് തണുപ്പ് ഇവിടെ കിട്ടും കാറ്റടിച്ചുമ്പോൾ, അല്ലെങ്കിൽ ചൂട് തന്നെയാണ്. ഒരാൾ വരുന്നതോ ഇന്ന് നമുക്കൊരു ലോറി കിട്ടി. അപ്പോൾ ഒരു നിർത്തിക്കാണ്ട് ചോദിച്ചതാണ് എവിടുത്തെ പോയിട്ട് ചോദിച്ചാൽ നമുക്ക് അറിയില്ലായിരുന്നു. എന്തായാലും കയറാമെന്ന് വിചാരിച്ചു. ലോറി യാത്ര എന്തായാലും പിടിച്ചു. വയ്യപ്പാണ് ലോറി യാത്ര. ശരിക്കും ഇപ്പോൾ കാൽനട യാത്ര ആണ് ഫുള്ള്, ലോറി യാത്ര ആണല്ലോ. സത്യം പറഞ്ഞാൽ ലോറി കിട്ടുക പിന്നെ അങ്ങനെ കയറാ വെച്ചിട്ടാണ്. വെറുതെ വെയിലുണ്ട് വെച്ചിട്ട്. ഇതുണ്ട് ഗൈസ്, ബായ് വണ്ടി നിർത്തിയാണ് ഓര് തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കും കൊടുന്ന് നിൽക്കണം ബായ്. താങ്ക് യു ബായ്. ये मेरा यूट्यूब चैनल അഷ്റഫ് ഭായ് ആളി ശ്രീനഗറിലാണ്. അതെ, വേണ്ട ലോറി ഇങ്ങനെ പോവാണ്. അവിടെ ഇവിടെ ഫുഡ് കഴിക്കാണ്. ലോറിയിലൊരു ഫുഡ് കിട്ടി. ചോറ് ചെയ്യുന്നു, എനിക്ക് പനീർ. ഗൈസ്, ആ കാണുന്ന ടൗൺ കണ്ടു, അതാണ് കാർഗിൽ. നമ്മൾ ഇപ്പോഴത്തെ നിൽക്കുന്നത് കാർഗിലിലാണ്. ലോറി കയറി നേരെ ഇറങ്ങിയത് കാർഗിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് കാർഗിലിലെ കാഴ്ചകളായിരിക്കും. അല്ല ഏതാപ്പോൾ ടൗണിലെ ലിക്കിഡിലൻ ടൗണ്.
ഇത് കണ്ട കാർഗിൽ ടൗണിൻ്റെ എൻ്റെ റിവ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കിട്ടും. എൻ്റെ മോനെ വിഷയം നല്ല മരുഭൂമി പോലത്തെ മലകൾക്കടിയിൽ നിൽക്കുന്ന കാർഗിൽ ടൗൺ. നമ്മൾ പോകുന്നത് ഇപ്പോൾ എവിടെ നിന്നായിരുന്നു? നമ്മളെവിടെ നിന്ന് വന്നത്? ആ ഫാറ്റുല ടോപ്പ്. ഫാറ്റുല ടോപ്പ് നിന്ന് നേരെ കാർഗിൽക്കാണ് വന്നത്. ഏകദേശം 87 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ലോറി ഇരുന്നപ്പോൾ പിന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല. അങ്ങനെ കാർഗിൽ വരെ വന്നു. ആ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശ്രീനഗർ വരെ വേണമെങ്കിൽ അല്ലാണ്ട് പോവാം. ശ്രീനഗർ വരെയാണ് ഈ ലോറിക്ക് പോണത്. അപ്പോൾ നമ്മൾ കാർഗിൽ വരെ വന്നു. ഇനി കാർഗിലിലെ കാഴ്ചകൾ കാണാം നമുക്ക്. ഇത് കണ്ടാൽ നല്ല രസമുണ്ടല്ലേ, നല്ല കിഡിലൻ വ്യൂ. അങ്ങനെ ഗൈസ് നമ്മൾ കാർഗിലിൻ്റെ മെയിൻ ടൗണിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. യെസ്, കുറേ ആൾക്കാർ ടാറ്റൊക്കെ തരുന്നുണ്ട് നമ്മളെ കണ്ടിട്ട്. എന്തിനാണെന്ന് അറിയില്ല. ആൻഡ് ഇവിടെ കൂടുതൽ മുസ്ലിംസാണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരെ കണ്ടു, കുറേ പള്ളി കണ്ടു, പിന്നെ ഖമനേയിൻ്റെ ഫോട്ടോ ഉള്ള കുറേ വണ്ടികളും കുറേ പോസ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ മനസ്സിലാക്കിയതാണ്. യെസ്, അങ്ങനെ ഗൈസ് കറങ്ങി വന്ന് നമ്മൾ ടൗണിലേക്ക് എത്തിക്കണം. ശരിക്കും പറഞ്ഞാൽ കാർഗിൽ കറക്റ്റ് സ്ഥലത്തേക്ക് ഇനി 3 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെ കാർഗിലിൻ്റെ ഒരു ഏരിയയാണ്. പക്ഷേ ഇവിടെയും കാർഗിൽ തന്നെയാണ് പറയാം. കാർഗിൽ പറഞ്ഞാൽ വലിയൊരു ടൗണാണ്, അത്യാവശ്യം വലുപ്പമുള്ള ടൗണാണ്. ഇവിടുന്ന് ശ്രീനഗർക്ക് ഇനി വെറും 124 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗൈസ്. എന്താ 124 അല്ല 208. സോനാമാർഗിലേക്കാണ് 124. ശ്രീനഗർക്ക് 208 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത്രയും ദിവസം വല്ല ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത സ്ഥലത്തിൽ വേറൊരു ഫീൽ ആയിട്ടില്ല. ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ, കൂടുതൽ കാണുമ്പോൾ. അതെ, ആൾക്കാരുടെ ആരും ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കണം. നമ്മൾ ഈ ബാഗ് ഇട്ട് എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കണ്ടേ. അങ്ങനെ ഗൈസ് നമുക്ക് ഇനി 4 സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടാണ് 5ാമത്തെ സ്ഥലം ശ്രീനഗർക്ക് എത്തൽ. ദ്രാസ് 65 കിലോമീറ്റർ, സോജില്ല 100, ബൾട്ടൽ 109, സോനാമാർഗ്, ശ്രീനഗർ. അങ്ങനെ ശ്രീനഗർ ലാസ്റ്റ് എത്തും. 208 കിലോമീറ്റർ. തല നെയ്യേ ബായ് ആപ്പിൾ വാങ്ങി 1 കിലോന് 150 അല്ല 100 ഗ്രീൻ ആപ്പിൾ. ഹാപ്പിയാ, മധുരം അത്രയ്ക്ക് നല്ലൊരു രസമുള്ളൊരു ആപ്പിൾ. ഗൈസ് നമ്മൾ ഏകദേശം അടിയിലെത്താനായി. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ. ഫുൾ എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു ഫീല്. അതുപോലെ അവിടെ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പറ്റിയതാണെങ്കിൽ നമുക്കൊന്ന് ചാടണം. വെള്ളം തെളിവെള്ളമാണ് കേട്ടോ. തെളിവെള്ളമാണ്, അതിന് വെള്ളം ആൾക്കാർ ഇറങ്ങി അതിന് പറ്റെങ്കിൽ ചാടണം. എന്തായാലും നാട്ടിൽ ഇതുമായ ഇതിൻ്റെ ഇതുവരെ ചാടാനൊന്നും പറ്റിയില്ല. അങ്ങ് കാർഗിൽ വന്നിട്ടെങ്കിൽ ചാടണ്ട. നല്ല വെള്ളം കാണുമ്പോൾ ചാടണ്ട. ഇവിടെ എന്താ പറയുക, ഇവിടെ എന്താ പറയുക, ഹിമാചൽ പോലെ തണുത്ത കാലാവസ്ഥ അല്ല, ഒരു നോർമൽ കാലാവസ്ഥ. ചൂടുണ്ടോ വെച്ചാൽ ചൂടുണ്ട്, തണുപ്പുണ്ടോ വെച്ചാൽ തണുപ്പുണ്ട്, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ എനിക്ക് തോന്നുന്നത് നാട്ടിലത്തെ തണുപ്പുണ്ടാവല്ലോ, വെള്ളത്തിനുള്ള തണുപ്പുണ്ടാവില്ല, ആ തണുപ്പേ ഉണ്ടാവുള്ളൂ. ഹിമാചലിലെ കാരണം ഭയങ്കര ഓവർ തണുപ്പ്, നമ്മുടെ ബ്രെയിൻ വരെ ഫ്രീസാവും, അമ്മതി തണുപ്പാണ്, ഇറങ്ങാൻ തോന്നൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ വെള്ളം കണ്ടിട്ട് വലിയ തണുപ്പുണ്ടാവില്ല എന്ന് തോന്നുന്നു ഗൈസ്. നോക്കി വെക്കാം. നമുക്ക് റൂം കിട്ടില്ല, കുറേ നേരം നമ്മൾ ചോദിച്ചെടുക്കണം. ഇവിടെ റൂമിന് 1500 1000 ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ വേറെ സ്ഥലത്ത് ചോദിച്ചു നോക്കാം, കുറഞ്ഞ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഗൈസ്. നമുക്ക് റൂം കിട്ടി. റൂം കിട്ടുമെന്ന് അറിയില്ല, നല്ലതാണോ അറിയില്ല. അസാർന്ന് പറഞ്ഞു, നമ്മൾ 800 ഒപ്പിച്ച്. ആ സെറ്റപ്പ് വേണ്ട. എവിടേക്ക് പോയത് ചങ്ങായത്, ഒറ്റയ്ക്ക് പോയാ? ആ ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് റൂം കിട്ടി. 800 റുപ്യ. പുറത്ത് എന്താ കല്ലുമുട്ടി. അങ്ങോട്ട് പോകാൻ വയ്യ, പോകാനില്ല ആളോ. കുഴപ്പമില്ലാത്ത റൂം, ഒരു ആവറേജ് റൂം. ഫാനിന് ഇവിടെ ചൂടാണ്, അത്യാവശ്യം ചൂടുണ്ട്. ഇനി ഫ്രഷ് ആവട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്രഷ് ആവാൻ നിന്നില്ല, നമ്മൾ നേരെ റിവർ സൈഡിൽ ഒന്ന് പോയേക്കണേ. പോണ വഴി ഇവിടുത്തെ ഓണർ ഇങ്ങനെ പറഞ്ഞു തന്നെ, ഇത് കൂടെ ഇങ്ങനെ പോയേക്കാം. നമ്മൾ ഇതിൻ്റെ ടോപ്പിലാണ് നമുക്ക് റൂം കിട്ടിയേണ്ടത്. പക്ഷെ നല്ല വ്യൂ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട്. ഓ
ഇവിടുത്തെ പെരൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കട്ട ഷീറ്റ് ഇട്ടാണ് അതിന് മേലെ കട്ട വെച്ചിട്ടുണ്ട്. ഷീറ്റിന് ഉറപ്പൊന്നും ഉണ്ടാവില്ല, കട്ട വെച്ചാണ്ടുള്ള ഉറപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ട എല്ലായിടത്തും കണ്ട അങ്ങനെ തന്നെ രസമുണ്ട് ഒരു ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ. നമ്മൾ അടിയിലെത്തി. അവിടെയാണ് ഇവിടെ തിരുമ്പണൊക്കെ ഉണ്ട് ആൾക്കാർ. അപ്പുറത്ത് ചെക്കന്മാരൊക്കെ കുളിച്ചുണ്ട്, അത് നമുക്ക് പോയ കാരണം. അതെന്താണ് വിഷയം. നല്ല കിടിലൻ റോഡ് അല്ല കിടിലൻ ഇത് എത്ര പറയാ ഇത് അല്ല വെള്ളത്തിൻ്റെ ഒഴുക്കണ്ട, അമ്മാതിരി ഒഴുക്കാണിത്, ഭയങ്കര ഒഴുക്കുള്ള വെള്ളം. പക്ഷെ അപ്പുറത്ത് ചെക്കന്മാർ ചാടണുണ്ട്, നമ്മൾ മേലെ നണ്ടീനെ. അപ്പോൾ പോയി വെക്കാം, ചാടാൻ പറ്റിയ ഏരിയ ആണ്, സെറ്റാവും. എന്നാൽ ചാടണം പറ്റുകയാണെങ്കിൽ. അത് കണ്ട് മറ്റേ നേരത്തെ പെരൻ്റെ മുകളിലൊക്കെ ഉണ്ട്. എൻ്റെ വിഷയം ആപ്രിക്കോട്ട് ആടാ നല്ല സാധനം കേട്ടോ. നമ്മളെ നാട്ടിൽ ചക്കി മാങ്ങൊക്കെ ഉണ്ടാവണ പോലെയാണ് ഇവിടെ ആപ്രിക്കോട്ട്. ആർക്കും മാണ്ടേ, ഫ്രഷ് സാധനം മരത്തുമെന്ന് പറിച്ചു തിന്നണം. അതന്നെ എത്തിനടുത്തൊന്നുമില്ല. ആ ഇവാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇത് മുള്ളുണ്ട് അയ്യല്ല എന്താ ആ ഇതാ എന്താ ഓ മരത്തുമെന്ന് ആപ്രിക്കോട്ട് പറിച്ചുന്ന്. ഏതാ മോനെ ലൈഫ്. നിലത്ത് കുറേ ഉണ്ട്. ഓ നിലത്തുണ്ടാ നല്ല സാധനമാണിത്. എന്താ 250 ഗ്രാം 80 ഉറുപ്പ്യക്ക് വാങ്ങിയ സാധനം ഈ എടുക്കണേ. അതെ കൊണ്ട് വിറ്റാലോ 10 ഗ്രാം. ഗൈസ് അങ്ങനെ നമ്മൾ മേലെന്ന് കണ്ട ഇതിൻ്റെ അടുത്തെത്തി. പക്ഷേ ആയില്ലേ ഗൈസ്, ആയെന്ന് പറഞ്ഞാൽ അരക്കിപ്പെട്ട് പോലും ആയില്ല. അത് അടൂരിന് എത്ര ഉണ്ട് അറിയില്ല, അടൂർ വലിയ ആയൊന്നും ഇല്ല. എന്നാലും അതുകൊണ്ട് ചാടാനില്ലാന്ന് തീരുമാനിച്ചു. ചാടാൻ പറ്റണം, അങ്ങനെ ഡൈവ് ചാടായോ അങ്ങനെ രസം ഉണ്ടാവുള്ളൂ. ഇത് ചാടാനൊന്നും പറ്റില്ല, ചെറിയ കുട്ടികൾക്ക് പറ്റും. അവിടെ കുഴപ്പമില്ലാത്ത ആയ ഉണ്ടെന്ന്. പക്ഷേ കുഴപ്പമില്ലാത്ത ആയെന്ന് പറഞ്ഞാൽ ആ ചെക്കൻ കണ്ടോ അവിടെ നിൽക്കണേ. ചെക്കൻ്റെ എത്ര അപ്പോൾ ഇതിൻ്റെ എത്ര അത്ര കുളിച്ചെടുത്ത കാര്യമാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ മണ്ട് വരെ ഒറ്റ ചേട്ടൻ അങ്ങനെ പറ്റില്ല. അവിടെ നമ്മൾ ചാടിനെ തീരുമാനിച്ചു. പിന്നെ ഇതൊരു കെട്ടിക്കിടക്കണ വെള്ളമാണ്. അപ്പോൾ വേറെ പ്രശ്നം ഉണ്ടാവും പറയാൻ പറ്റില്ല. അവിടെ ആണെങ്കിൽ ഒലിക്കണ വെള്ളം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒലിക്ക്, അതിലിറങ്ങാനും പറ്റില്ല. അതിൻ്റെ അപ്പുറത്ത് എന്തോ സ്കൂളെന്തോ ഉണ്ട് തോന്നണേ, അത് സ്കൂളെന്ന് തോന്നണേ കാട്ടത് അറിയില്ല, മേ ബി. അപ്പം നമ്മളിങ്ങനെ കാർഗിൽ ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഭായ് ആപ്കാ നാം? मोहम्मद हसन. मोहम्मद हसन. नाम? अब्बास अली. अब्बास अली. आपका नाम? मोहम्मद मुस्तफ़ा. ഇവിടെ വേറെ अब्दुल हमीद. नाम क्या है? अली मेहदी. അലി മെഹദി. ഇപ്പം എൻ്റെ ആളാട്ടാ ലൈസാന്ന്. അപ്പം നമ്മളിങ്ങനെ വായിനിട്ട് പരിചയപ്പെട്ട് കേരളത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞപ്പോൾ ബായിക്ക് നല്ല ഇഷ്ടപ്പെട്ടിക്കണേ. അങ്ങനെ കേരളത്തെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു. കാർഗിൽ അച്ചായേ നല്ലൊരു കിടിലം പ്ലേസ് ഇട്ട്. അപ്പം ഞങ്ങളിത് കുളിക്കാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയ വെള്ളം അത്ര വൃത്തിയില്ല. ഞങ്ങൾ കയ്യിൽ മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കാവുന്നിരുന്നത്. പക്ഷേ അതെന്താ പറഞ്ഞാൽ ഈ റിവറിൽ ഓവർ വെള്ളം വരുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി വെള്ളം ഇറങ്ങണ വെള്ളമാണ്. റിവറിൽ വെള്ളം ഇറങ്ങി അത് പോകുന്ന പറഞ്ഞിട്ടാ അവരിതിൽ കുളിക്കായിരുന്നു. ഫുഡ് കഴിക്കാനുള്ളതാണ്. ഒരു വലിയൊരു ഓട്ട മത്സരത്തിന് ശേഷം ഒരു കട കിട്ടി. എന്തെങ്കിലും കക്ക പല സാധനങ്ങളുണ്ട് ഗൈസ് ഇവിടെ എഴുതി വേണം. കട ഉണ്ട് അവിടുത്തെ കട. മേൻ സംഭവം എത്ര 6.5 ആയിട്ടുള്ളൂ. പക്ഷേ ചോറാ തിന്നേണ്ടത്. മട്ടൻ കറി മറ്റേ ചോറ് എന്താ പറയുക, നമ്മളെ ഹിമാചലത്തെ ചോറല്ല. ഹിമാചലത്തെ ചോറൊന്നല്ല, അല്ല കിട്ടില്ല ചോറാണ്. തിന്ന പോട്ടെ. അതും ഉള്ളി ഇതൊക്കെ ഉണ്ട് അവിടെ ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മളിപ്പോൾ റൂമിലായിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ വന്നതാണ്. ഇവിടെ മൊത്തത്തിൽ കറണ്ടാണ് പോയി. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ കണ്ടോ? ഓ വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ ഭയങ്കര രസമുണ്ട്. ചിലയിടത്ത് മാത്രമേ ബൾബ് ലൈറ്റ് ഉള്ളൂ, ഇൻവേർട്ടർ എന്തോ ഉള്ളൂ തോന്നണു. ബാക്കിയുള്ളടത്ത് മൊത്തം പോയി.
കാർഗിൽ മൊത്തം പോയി. പക്ഷേ അത് കാണാൻ നല്ല രസമുണ്ട് അവിടെ ആയിട്ട് മോനെ. ഞാനിപ്പോൾ എന്താ വെച്ചാലേ നമ്മൾ അത് വിചാരിച്ചിട്ട് എന്താ അറിയോ, അയ്യോ കണ്ണും കാണില്ല പണ്ടാരം. ഞങ്ങൾ ഫുഡ് കഴിച്ചല്ലോ, അത് 6:30 കഴിച്ചത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം പിന്നെ നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതിന്. അപ്പോൾ ഒരു സാധാരണ മുടി വെട്ടാൻ പോയി, മുടി വെട്ടിനടുക്ക് കറണ്ട് പോയി. അപ്പോൾ അങ്ങനെ കുറേ നേരം വരിക. ഇപ്പോൾ 9 മണിയായി സമയം. അയ്യോ എന്തൊക്കെയൊക്കെ നടക്കുന്നുണ്ട്. വേണ്ട ഒന്നുമില്ല, കറണ്ട് പോയി. കാർഗിൽ മൊത്തം ഇരുട്ടിലായി. അപ്പോൾ ഞാനിപ്പോൾ തിന്നാണ്, പിന്നെ ഒന്നും തിന്നിട്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ ഇവിടെ വന്നാൽ. അടുത്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇവിടെയാണ് ചൂടൊന്നും ഇല്ല, നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ. അല്ല ചൂടെന്ന് ഭയങ്കര ഓവർ തണുപ്പൊന്നുമില്ല, ഭയങ്കര സുഖമുള്ള കാലാവസ്ഥ. നമ്മളിപ്പോൾ അന്ന് സ്ഥലത്തൊക്കെ നോക്കിയാൽ രാത്രി പറഞ്ഞത് പെരും തണുപ്പാണ്, നിൽക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാം. എന്തായാലും നോക്കട്ടെ, ഒരു കട കിട്ടുമോ നോക്കട്ടെ ഗൈസ്. അവസാനം ഒരു കട കിട്ടി. ആ കടയിൽ നിന്ന് എന്തൊക്കെയൊക്കെ മേടിച്ചു. some lace and cool drinks and cake and അതൊക്കെ മേടിച്ച് ചെറിയ സാധനങ്ങൾ. ഞാൻ കടി പോട്ടെ. എൻ്റെ മോനെ സത്യം പറയാലോ, നിങ്ങൾക്ക് ഇതിവിടുന്ന് ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, നേരിട്ട് കാണാൻ എന്തോ രസം അറിയോ. ആക്ച്വലി ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കുറച്ച് ലൈറ്റ്, ബാക്കിയൊക്കെ ഇരുട്ട് ആൻഡ് ഫുൾ മൂണും. അല്ല അതിൻ്റെ ബാക്കിൽ നല്ല രസമുള്ള മേഘങ്ങളിങ്ങനെ ചെറുങ്ങനെ അങ്ങനെ കാണാൻ ഭയങ്കര രസമെന്ന്. രാത്രി ഒക്കെ ഉണ്ടാവും. ഒക്കെ ഒരു 9 മണിയായപ്പോഴത്തേനൊക്കെ പൂട്ടിപ്പോയാണ്. എല്ലാവരും പൂട്ടിപ്പോയി. കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് പൂട്ടിപ്പോകും. ഞാൻ എന്തായാലും പോട്ടെ. ആരും വേണ്ട, ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ റൂം പോയി പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ല. നേരെ ഇതൊക്കെ തിന്നുന്നു, എഡിറ്റ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ ഗൈസ് എന്തുകൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ, പീസ്.